ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് നീറ്റ്. പക്ഷെ നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ടാവുകയില്ല. വ്യായാമം ചെയ്യുന്നവരും അല്ലെങ്കിൽ ഒട്ടും വ്യായാമം ചെയ്യാത്തവരും എല്ലാവരും മനസ്സിൽ കരുതേണ്ട ഒരു വാക്കാണ് നീറ്റ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. എന്താണ് ഈ നീറ്റ് എന്ന് പറയുന്നത്? അതിൻ്റെ ഫുൾ ഫോം നോൺ എക്സർസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസ് എന്നാണ്. ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റേഴ്സ് അല്ല അതിന് ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. സ്മോൾ ലെറ്റർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളത്തിലെ അർത്ഥം വൃത്തി എന്നാണ്. ഇവിടെ NEAT നീറ്റ് എന്ന് പറയുന്നത് ആരോഗ്യം സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, അല്ലെ വ്യായാമം സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. ആദ്യം തന്നെ നീറ്റ് എന്താണെന്ന് നമ്മൾ അല്പം കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൽ സാധാരണ പ്രവർത്തനത്തിന്, അതായത് നമ്മൾ ഉറങ്ങുന്നതിന്, അതുപോലെ തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നതിന്, നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നതിന്, ശ്വാസകോശത്തിന്, അല്ലെ നമ്മുടെ മെറ്റബോളിസത്തിന് ഒക്കെ ചെറിയ രീതിയിൽ എനർജി ആവശ്യമുണ്ട്, അല്ലെ കാലറി ആവശ്യമുണ്ട്. ഇതുകൂടാതെ നമ്മൾ ലാർജ് സ്കെയിലിൽ കാലറി ഉപയോഗിക്കുന്ന ചില പ്രവൃത്തികളുണ്ട്, അതായത് അധ്വാനം വരുന്ന പ്രവൃത്തികൾ. നമ്മൾ മാനുവൽ ലേബേഴ്സ് അവരൊക്കെ കാലറി നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട് ആ പ്രവർത്തനത്തിന് വേണ്ടി. അതുകൂടാതെ നമ്മൾ ആസൂത്രിതമായി ചെയ്യുന്ന ഒരു പരിപാടിയാണ് വ്യായാമം. അത് ജിമ്മിലാകാം, അല്ലെങ്കിൽ മൈതാനത്താകാം, അല്ലെങ്കിൽ വീട്ടിലാകാം. അപ്പോൾ ഈ വ്യായാമത്തിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ കാലറി മുടക്കുന്നുണ്ട്. അപ്പോൾ നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരീര ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കാലറി കൂടാതെ, നമ്മൾ വ്യായാമത്തിന് ഉപയോഗിക്കുന്ന കാലറി കൂടാതെ മറ്റ് ചെറിയ പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കുന്ന കാലറിയെയാണ് നീറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാർ വാഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഗാർഡനിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പെറ്റ്സുമായിട്ട് കളിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവൃത്തികളെയാണ് നീറ്റ് എന്ന് പറയുന്നത്. നീറ്റ് ഈസ് എ ഫാന്റാസ്റ്റിക് ഹൈലി എഫക്റ്റീവ് ലോ എഫർട്ട് ടൂൾ ഫോർ സസ്റ്റൈനബിൾ കാലോറിക് ബേണിംഗ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ആ വാചകത്തിൽ ഇതിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെ അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ നീറ്റ് നമ്മളെല്ലാവരും ചെയ്യേണ്ട പ്രവൃത്തിയാണ്, നമ്മൾ ദിവസേന ചെയ്യേണ്ട പ്രവൃത്തിയാണ്. കാലറി ബേൺ ചെയ്യുവാൻ ഇതിലും കൂടുതലായിട്ട് ഉള്ള മറ്റൊരു പ്രവർത്തനവും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ശരീരത്തിൽ കാലറി എങ്ങനെയാണ് എത്തുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടിയാണ്. നമ്മൾ രാവിലെ, ഉച്ചയ്ക്ക്, 4 മണിക്ക്, വൈകിട്ടോ ഒക്കെ കഴിക്കുന്ന ആഹാരത്തിൽ കൂടിയാണ് കാലറി കൂടുതലായിട്ട് ശരീരത്തിൽ എത്തുന്നത്. ഒരു ദിവസം നമുക്ക് ആവറേജ് ആയിട്ട് ഒരു പുരുഷന് 2500 കാലറി ഊർജവും ഒരു സ്ത്രീക്ക് 1800 കാലറി ഊർജവും മതി. പക്ഷേ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ നമ്മൾ പല പ്രാവശ്യമായിട്ട് കഴിക്കുന്ന ആഹാരത്തിൽ കൂടി നമ്മുടെ ശരീരത്തിൽ എത്തുന്ന കാലറിയുടെ അളവ് ഏതാണ്ട് 3200 മുതൽ 3500 കാലറി വരെ വരുന്നുണ്ട്. നിങ്ങൾ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ 4 കാലറി ഊർജ്ജമാണ് ശരീരത്തിൽ എത്തുന്നത്. 1 ഗ്രാം പ്രോട്ടീൻ കഴിക്കുമ്പോൾ 8 കാലറി ഊർജ്ജം വരുന്നു. അതുപോലെ തന്നെ 1 ഗ്രാം കൊഴുപ്പ് നിങ്ങൾ കഴിക്കുമ്പോൾ 9 കാലറി ഊർജ്ജമാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ കാലറി വരുന്നുണ്ട്. 2500 കാലറി വേണ്ടിടത്ത് 3200 കാലറി ഊർജ്ജം വരെയാണ് ശരീരത്തിൽ എത്തുന്നത്. അപ്പോൾ അങ്ങനെ അധികമായിട്ട് വരുന്ന കാലറി നമ്മുടെ ശരീരം അതിനെ പുറത്തേക്ക് തള്ളിക്കളയുകയില്ല, ഒരു തുള്ളി പോലും അതിനെ കളയുകയില്ല. നമ്മുടെ ശരീരം അത് സൂക്ഷിച്ചു വെക്കും. പിന്നീട് അതൊരു ആവശ്യത്തിന് വേണ്ടിയാണ് സൂക്ഷിച്ചു വെക്കുന്നത്. കാലറി അല്ലെ ഊർജം സൂക്ഷിച്ചു വെക്കുന്നത് കൊഴുപ്പ് രൂപത്തിലാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായിട്ട് അടിയുന്നു, നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ കൂടുതലായിട്ട് അടിയുന്നു. അതിനെ വിസറൽ ഫാറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെയും തുടക്കം അവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾക്ക് ഈ കാലറി ബേൺ ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് നീറ്റ് പ്രവർത്തനം. ഇതിനെ മറ്റു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതായത് മൈനർ ആക്ടിവിറ്റീസ്, അല്ലെ മൈനർ എക്സർസൈസ്, അല്ലെ ലഘുവ്യായാമങ്ങൾ, അല്ലെ ലോ ഫിസിക്കൽ ആക്ടിവിറ്റി തുടങ്ങി പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രയോജനങ്ങളെപ്പറ്റി നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതിന് ധാരാളം പ്രയോജനങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അതിശയമായിരിക്കാം ഈ ചെറിയ പ്രവർത്തനത്തിന് ഇത്രയധികം പ്രയോജനങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് സമയമില്ലാത്തവർക്കാണ്. അതായത് ഇന്ന് മിക്കവർക്കും വ്യായാമം ചെയ്യുവാൻ സമയമില്ല. അതാണ് പലരുടെയും എക്സ്ക്യൂസ്. അങ്ങനെ വ്യായാമത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റാത്തവർക്കും മറ്റു പല കാരണങ്ങളാലും വ്യായാമം ചെയ്യാത്തവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ നീറ്റ്. വളരെയധികം സമയം ലാഭിക്കാൻ പറ്റും. അവർ പ്രത്യേകിച്ച് വ്യായാമമൊന്നും ചെയ്തില്ലെങ്കിലും വ്യായാമത്തിൻ്റെ പ്രയോജനം അവർക്ക് കിട്ടും, അവർ നീറ്റ് പ്രവൃത്തികൾ ചെയ്താൽ മതി. പിന്നെ നീറ്റിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് നമുക്ക് കാലറി ബേൺ ചെയ്യാനാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ ഇത് കാലറി ബേൺ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മാർഗമാണ് നീറ്റ്.
നമ്മുടെ ശരീരത്തിൽ എത്തുന്ന കാലറിയിൽ ഏതാണ്ട് 5% മാത്രമേ നമ്മൾ ബ്രിസ്ക് വാക്കിങ് അല്ലെ വ്യായാമം ചെയ്തുകൊണ്ട് ചെലവാകുന്നുള്ളൂ. ഏതാണ്ട് 15 മുതൽ 30% വരെ കാലറിയും നമ്മുടെ ശരീരത്തിൽ നിന്നും ബേൺ ചെയ്യുന്നത് നമ്മൾ നീറ്റ് പ്രവർത്തനങ്ങളിൽ കൂടിയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 2 വ്യക്തികളെ നമ്മൾ താരതമ്യപ്പെടുത്തിയാണ് ചെയ്യുന്നത്. ആദ്യത്തെ വ്യക്തി എല്ലാ ദിവസവും 1 മണിക്കൂർ ജിമ്മിൽ പോയി ട്രെയിനറുടെ സഹായത്തോടെ വ്യായാമം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഓഫീസ് ജോലിയാണ്. 5-8 മണിക്കൂർ അയാൾ ഒരേ ഇരിപ്പിലിരുന്ന് ജോലി ചെയ്യുന്നതാണ്. മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പുള്ളി കൂട്ടാക്കുന്നില്ല. വീട്ടിൽ ചെന്നാലും അദ്ദേഹം ഒരു പണിയും ചെയ്യുകയില്ല, താമസിച്ചാണ് വീട്ടിലെത്തുന്നത്. അതാണ് ആദ്യത്തെ വ്യക്തി. രണ്ടാമത്തെ വ്യക്തിയാണെങ്കിൽ നാട്ടുമ്പുറത്തുകാരനാണ്. പുള്ളി യാതൊരു വ്യായാമവും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം വീട്ടിലെ പ്രവൃത്തികളും കൃഷി സ്ഥലത്തെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഈ രണ്ടാമത്തെ വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഉള്ളത് എന്നാണ്. ആദ്യത്തെ വ്യക്തിക്ക് വ്യായാമം കൊണ്ട് കിട്ടിയ പ്രയോജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ഇരിപ്പ് ജോലി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ആ വ്യായാമത്തോടൊപ്പം അല്പം നീറ്റ് പ്രവൃത്തികൾ കൂടി ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വ്യായാമത്തിന്റെ പ്രയോജനങ്ങൾ നല്ലപോലെ ലഭിക്കുമായിരുന്നു. പിന്നെ നീറ്റിന്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് നമുക്ക് വണ്ണം കുറയ്ക്കുവാൻ വേണ്ടിയാണ്, അല്ലെ തൂക്കം കുറയ്ക്കുവാൻ വേണ്ടിയാണ്. അതായത് കാലറി കൂടുതൽ ബേൺ ചെയ്യുന്ന പ്രവർത്തനമാണ് നീറ്റ്. നമ്മൾ 2 വ്യക്തികളെ താരതമ്യപ്പെടുത്തിയപ്പോൾ നിങ്ങളിൽ പലരും വിചാരിച്ചേക്കാം, എന്നാ പിന്നെ ഇനി വ്യായാമം ഒന്നും ചെയ്യണ്ട, ഈ നീറ്റ് പ്രവൃത്തികൾ ചെയ്താൽ മതിയെന്ന്. അത് ശരിയാകത്തില്ല. ഈ നീറ്റ് പ്രവൃത്തികൾ വ്യായാമത്തിന് ഒരു പകരക്കാരനല്ല. നിങ്ങൾ വ്യായാമത്തോടൊപ്പം നീറ്റ് പ്രവൃത്തികളും ചെയ്യണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് പ്രമേഹ രോഗികൾക്കാണ്. ഈ കാലറി കൂടുതലായിട്ട് ബേൺ ചെയ്യുമ്പോൾ അവർക്ക് രക്തത്തിലെ പഞ്ചസാരയാണ് കാലറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയും. അപ്പോൾ അവരുടെ പ്രമേഹ നിയന്ത്രണം നല്ലപോലെ നടക്കും. അതുപോലെ തന്നെ നീറ്റ് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. പിന്നെ നീറ്റിന്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഹൃദയത്തിന്റെ ആരോഗ്യം, അതായത് നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും കൂടെ ചെയ്യുമ്പോൾ അത് നമ്മുടെ കാർഡിയാക് പേശികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ BP കുറയുന്നതും ഈ ഹാർട്ടിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. പിന്നെ കൂടാതെ ഈ നീറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരിൽ രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയ വളരെയധികം കുറയുന്നു. അതുപോലെ തന്നെ കൊറോണറി ധമനികളിൽ കാൽസ്യം അടിഞ്ഞുകൂടുന്ന പ്രക്രിയ കുറയുന്നു. ഒരു പഠനം വ്യക്തമാക്കുന്നത് നമ്മൾ ചുമ്മാതിരിക്കുന്ന ഓരോ മണിക്കൂറിലും ഈ കൊറോണറി ധമനികളിൽ കാൽസ്യം അടിഞ്ഞുകൂടുന്ന പ്രക്രിയ അതിൻ്റെ സ്കോറിങ് 14% കൂടുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും ഈ നീറ്റ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതായത് രക്തക്കുഴലുകളിലെ ഇൻഫ്ലമേഷൻ, ക്രോണിക് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ആ രക്തധമനികളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന എൻഡോത്തീരിയൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ രക്തസഞ്ചാരം കൂടുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും എത്തുന്നു. അപ്പോൾ ഇങ്ങനെ ധാരാളം കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് നമുക്ക് നീറ്റ് പ്രവൃത്തികളിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ദിവസം 10,000 സ്റ്റെപ്സ് നടക്കുക എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അപ്പം നമ്മൾ വ്യായാമം 1 മണിക്കൂർ ചെയ്താലും ഏതാണ്ട് 7,000 വരെ സ്റ്റെപ്സ് നമുക്ക് നടക്കാൻ പറ്റുകയുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ 10,000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ നീറ്റ് പ്രവൃത്തികളിൽ കൂടി നമുക്കത് തീർച്ചയായിട്ടും സാധിക്കും. പിന്നെ ഈ നീറ്റ് പ്രവൃത്തികൾ ബൂസ്റ്റ് അവർ മെറ്റബോളിസം, നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂട്ടുന്നു. നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു. അങ്ങനെ ധാരാളം പ്രയോജനങ്ങളുണ്ട്. അപ്പം നീറ്റ് പ്രവൃത്തികൾ നമുക്ക് ധാരാളമായിട്ടുണ്ട്. നമുക്കത് ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ മുറ്റത്തോ ഒക്കെ ചെയ്യാവുന്ന ധാരാളം പ്രവൃത്തികളുണ്ട്. ഒരാൾ ഓഫീസ് ജോലി ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അയാൾ എന്തൊക്കെയാണ് നീറ്റ് പ്രവൃത്തികൾ ചെയ്യേണ്ടത് നമുക്കൊന്ന് ആലോചിക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അയാൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അയാൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരു സ്റ്റോപ്പ് പുറകിൽ അയാൾ ഇറങ്ങി കുറച്ച് ദൂരം നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയും സ്വന്തം വാഹനത്തിലാണെങ്കിൽ അല്പം ദൂരെ പാർക്ക് ചെയ്തിട്ട് നടക്കുക. ഇനി 2ാമത്തെയോ 3ാമത്തെയോ നിലയിലാണ് ഓഫീസെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ പടികൾ കയറുക തന്നെ വേണം. 2ഓ 3ഓ നിലയിലേക്കുള്ള പടികൾ കയറുന്നത് വളരെ നല്ല ഒരു നീറ്റ് പ്രവർത്തനമാണ്. അപ്പോൾ നമ്മുടെ കാലിലെ പേശികൾ കൂടുതൽ പ്രവർത്തിക്കും, കൂടുതൽ കാലറി അവിടെ ബേൺ ചെയ്യും. ഇനി ഓഫീസിൽ വന്നിരുന്നാലും കൂടുതൽ സമയവും ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് ഇന്ന് നമ്മുടെ ആൾക്കാരിൽ കൂടുതലും. അതായത് ആധുനിക ജോലി സംസ്കാരം നമ്മെ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യിപ്പിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഓരോ മണിക്കൂർ കൂടുന്തോറും അല്പനേരം എണീറ്റ് നിൽക്കുകയോ അല്ലെങ്കിൽ അല്പദൂരം നടക്കുകയോ അല്ലെങ്കിൽ അല്പം സ്ട്രെച്ചിങ് ചെയ്യുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്.
പിന്നെ ഓഫീസിലാണെങ്കിൽ ഇന്ന് പല കമ്പനികളും അവർക്ക് സ്റ്റാൻഡിംഗ് ഡെസ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതൽ സമയം ഇരിക്കാതിരിക്കാൻ വേണ്ടി ഇരിപ്പും നിൽപ്പും ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യാവുന്ന സ്റ്റാൻഡിംഗ് ഡെസ്ക് ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങളുടെ സഹപ്രവർത്തകനോട് ഒരു കാര്യം പറയണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ അത് മെസ്സേജ് ആയിട്ടാണ് അയക്കുന്നത്, അല്ലെ ഫോൺ ചെയ്യുന്നു. അത് രണ്ടും മാറ്റി വെച്ചിട്ട് നിങ്ങൾ അയാളുടെ ഡെസ്കിലേക്ക് നടന്നെത്തി കാര്യം പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ഫോൺ വരുമ്പോൾ ഇപ്പം നടന്നുകൊണ്ട് ഫോൺ സ്വീകരിക്കുകയോ അല്ലെ വർത്തമാനം പറയുകയോ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാലുകൾ സ്ട്രെച്ച് ചെയ്യാം, നിങ്ങളുടെ ആംഗിള് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ചലിപ്പിക്കാം, അതുപോലെ തന്നെ മുട്ട് മടക്കാം, അതുപോലെ തന്നെ സോളിയസ് പുഷപ്പ് എന്ന ഒരു ചെറിയ എക്സർസൈസ് ഉണ്ട്, നിങ്ങൾക്ക് അത് ചെയ്യാം. അതുപോലെ തന്നെ അല്പനേരം എഴുന്നേറ്റ് നിന്ന് കൈകളൊന്ന് സ്ട്രെച്ച് ചെയ്യുക, അല്ലെ അല്പദൂരം നടക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന നീറ്റ് പ്രവർത്തനങ്ങളാണ്. വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ധാരാളം നീറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗാർഡനിങ്. അതായത് ചെടികൾക്ക് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ വളമിടുക. റോസയ്ക്ക് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് ഗാർഡനിങ് ഒരു നല്ല നീറ്റ് പ്രവർത്തനമാണ്. അതുപോലെ തന്നെയാണ് കാർ വാഷിങ്. അതുപോലെ തന്നെ കിച്ചൺ ഗാർഡൻ. 2 നില വീടാണെങ്കിൽ പലപ്പോഴും സ്റ്റെപ്പ് കയറുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പെറ്റ്സുമായിട്ട് കളിക്കുക, അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് കളിക്കുക. ഇതൊക്കെ വളരെ നല്ല നീറ്റ് പ്രവർത്തനങ്ങളാണ്. ഫോണിലാണ് നിങ്ങൾ ഗെയിം കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് അത് കളിക്കാം. അതുപോലെ തന്നെ പെറ്റ്സുമായിട്ട് കളിക്കാം. ഇതൊക്കെ ഹോബീസിനകത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ പറ്റുന്ന നീറ്റ് പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ മറ്റ് മൈനർ ആക്ടിവിറ്റീസ് ഉണ്ട്, ചെറിയ രീതിയിൽ എനർജി ചെലവാകുന്ന. അതായത് നിങ്ങൾ കൈവിരലുകൾ ഇങ്ങനെ മടക്കുകയും നൂർക്കുകയും ചെയ്യുക. ഒരു ബോൾ ഉണ്ടെങ്കിൽ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ കൈ ഇങ്ങനെ മടക്കുകയും നൂർക്കുകയും ചെയ്യുക. പിന്നെ നമ്മൾ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുക. അത് നീറ്റ് പ്രവർത്തനമാണ്. പിന്നെ ഇതിനകത്തു നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആകുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും ഊർജ്ജസ്വലതനാകുക എന്നുള്ളതാണ്. എപ്പോഴും എന്തെങ്കിലും ചെറിയ പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ശാരീരിക ആവശ്യത്തിന് കാലറി ചെലവാകുന്ന ഏതാണ്ട് 1200 കാലറി മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്ന കാലറി നമ്മൾ ഒന്നെങ്കിൽ വ്യായാമത്തിലൂടെ അല്ലെ അധ്വാനം വരുന്ന പ്രവൃത്തികളിലൂടെ ചെലവാക്കണം. നമ്മുടെ 30 മിനിറ്റ് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 200 കാലറി ഊർജ്ജം മാത്രമേ ചെലവാകുന്നുള്ളൂ. 1 മണിക്കൂർ നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 400 കാലറി ഊർജ്ജം ചെലവാകും. ബാക്കി വരുന്ന 600 കാലറി ഊർജവും ചെലവാക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള നീറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. നമുക്ക് നടക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭവും നമ്മൾ പാഴാക്കരുത്. അപ്പോൾ നീറ്റ് പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. അപ്പം വ്യായാമം റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ നീറ്റ് പ്രവർത്തനം കൂടി ചെയ്യുവാണെങ്കിൽ അവർക്ക് വ്യായാമത്തിൻ്റെ പ്രയോജനങ്ങൾ ഇരട്ടിയായിട്ട് ലഭിക്കും. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക, നീറ്റ് പ്രവർത്തനങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും. സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന നീറ്റ് പ്രവർത്തനങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. അത് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു മുതൽക്കൂട്ടാവും, രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ വളരെ പ്രയോജനപ്പെട്ടതാണ്. അത് എല്ലാവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടി നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.